ഒരു ടൗണിലെ കടകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ചിൻ്റെ ഒരു കവാടം ഇതുപോലെയാണ്. ഈ ഒരു ബീച്ച് മെയ്പ്പാട് ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. നല്ലൂരിലെ ഒരു വലിയ ബീച്ചാണ് കേട്ടോ ഇത്. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് തുമ്പികൾ തട്ടെ ഇങ്ങനെ നടക്കുന്നത് കുറേ ഉണ്ട്, പാറി കളിക്കണത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശിവലിംഗമാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ ഏരിയക്ക് വന്നപ്പോൾ ഇവിടെ വലിയൊരു ക്ഷേത്രം കേട്ടോ. ആ ഒരു ഭാഗത്ത് കടലും അതിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇങ്ങനെ ക്ഷേത്രം വരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഇവിടെ 2 പശുവിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിയൊരു കവാടും കാര്യങ്ങളൊക്കെ കേട്ടോ. പെരും ചൂടാണ് ഇവിടെ. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഒരുപാട് റൂമുകളിലായിട്ട് ഇങ്ങനെ ഒരുപാട് രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെ വലിയൊരു പശുവിൻ്റെ രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ പൊതുവായ ഒരു രൂപം കാര്യങ്ങളൊക്കെ. കവാടത്തിൻ്റെ പിൻഭാഗം വരുന്നത് എങ്ങനെ കേട്ടോ. നമ്മൾ കയറി വന്ന ഏരിയയാണിത്. 2 മണിയാണ് കേട്ടോ ടൈം. നല്ല ചൂടാണ്. കടകളൊക്കെ ഇങ്ങനെ ഈ രൂപത്തിലുള്ളത്. മീനുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുളിക്കുന്ന ആളുകൾ അവിടെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല വെയിലിച്ച പെരുംവെയിലാണ് കേട്ടോ. പിന്നെ എൻ്റർടൈൻമെൻറ്റിനായിട്ട് ബൈക്ക് റേസിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറമാനൊക്കെ പോകുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫോട്ടോ എടുത്ത് കണ്ട് പ്രിൻറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ സിസ്റ്റമാണ് ഇവിടെ. ഇങ്ങനെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരുപാട് കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നാടോടികളാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാലിക്ക് നിൽക്കുന്നിടത്ത് അപ്പുറത്തായിട്ടാട്ടോ അമ്പലം കാണിച്ചത്. അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ വലിയ അമ്പലം നമ്മൾ പോകുമ്പോൾ കാണിച്ചില്ലേ, ആ അമ്പലമാണ് കേട്ടത്. ഇവിടെ മാത്രമാണ് കുറച്ച് മരങ്ങളുള്ളതുകൊണ്ട് തണലുള്ളത് കേട്ടോ. ഇത് ഈ ബീച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ ആയിട്ട് വരും കേട്ടോ. ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ക്ഷേത്രമാണ് നമ്മൾ പോകുമ്പോൾ കണ്ടത്. അവിടേക്ക് കയറിൻ്റെ എൻട്രൻസ് ഉണ്ട് ഈ ഒരു വഴി. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ആ വലിയൊരു ശിവലിംഗവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ കൂടുതലായിട്ട് മീൻ കടകളാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കടയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കടയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഈ ലൈനിൽ മൊത്തം കടയിലും മീനുകളാണ്. നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലത്തെ കടകളാണ് കേട്ടോ മൊത്തമുള്ളത്. നമ്മൾ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വത്തക്കൻ്റെ കച്ചവടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ മീനാണ് നമ്മൾ മേടിച്ചിരിക്കണേ. 80 രൂപ. ഇതിക്ക് സൈഡിലൊരു മസാല ഉണ്ട്, ഉള്ളി ഉണ്ട്, നാരങ്ങ ഉണ്ട്. ലൈറ്റ് മസാല കേട്ടോ. അതായത് എരും പുളിയും ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു മസാല ആ പച്ചച്ചോയ ഇങ്ങനെ വരുന്നുണ്ട് മീനിൻ്റെ. ഈ ഒരു മസാല സംഭവം സെറ്റ് കേട്ടോ. എന്തൊക്കെ എരും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ നേരെ എടുത്തായിട്ട് കേട്ടോ വേറൊരു വണ്ടി നിൽക്കണ നോക്കുകയാണെങ്കിൽ ഫുള്ള് സെറ്റ്. മൂപ്പര അതിൽ കിടന്നു തുടങ്ങി. ബാക്കിലത്തെ ഡോറൊക്കെ തുറന്നിട്ടിട്ട്